അറഫ ദിവസം ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസമാണ് അറഫ ദിവസം. ചില ആളുകൾ സംശയമുന്നയിക്കാറുണ്ട്, ഈ അറഫ ദിവസം പരിഗണിക്കേണ്ടത്, അത് കണക്കിലാക്കേണ്ടത് ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന സമയത്തല്ലേ, അല്ലെങ്കിൽ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ആ ദിവസമല്ലേ നമുക്കും അറഫ ദിവസമായിട്ട് വരേണ്ടത്, പരിഗണിക്കേണ്ടത് എന്ന് ചില ആളുകൾ സംശയമുന്നയിക്കാറുണ്ട്, അന്നല്ലേ എന്ന്. വാസ്തവത്തിൽ അങ്ങനെയല്ല. ദുൽഹിജ്ജ 9 എന്നാണോ നമുക്ക് വരുന്നത് അന്നാണ് അറഫ 9 പരിഗണിക്കേണ്ടത്, അറഫയായിട്ട് പരിഗണിക്കേണ്ടത്, ദുൽഹിജ്ജ 9 അന്ന്. അല്ലാത്ത പക്ഷം ഈ ചില ആൾ ചോദിക്കുന്നത് പോലെ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ആ ദിവസം, ആ സമയമാണ് അറഫ ആയിട്ട് പരിഗണിക്കേണ്ടത് എങ്കിൽ ചില ദിവസങ്ങളിൽ മാസപ്പിറവിയുടെ വ്യത്യാസം കൊണ്ട് അറഫ ദിവസം അല്ലെങ്കിൽ മക്കയിൽ അറഫയിൽ നിൽക്കുന്ന സമയം ദുൽഹിജ്ജ 8 ആവാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ദുൽഹിജ്ജ 8 അറഫ ആചരിച്ചാൽ പിറ്റേ ദിവസം പെരുന്നാളാവണം. അപ്പോൾ ദുൽഹിജ്ജ 9 പെരുന്നാളാകേണ്ടി വരും. ഇതൊരു പ്രശ്നം തന്നെയാണ്. മാത്രവുമല്ല, അതുപോലെ തന്നെ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ആ സമയത്ത് തന്നെയാണ് അറഫയായി പരിഗണിക്കേണ്ടത് എങ്കിൽ ചില രാജ്യങ്ങളിൽ ആ സമയത്ത് രാത്രിയായിരിക്കും. അറഫയിൽ നിൽക്കുന്ന സമയത്ത് നോമ്പ് നോൽക്കൽ, അറഫ ദിവസം നോമ്പ് നോൽക്കൽ പ്രത്യേകം സുന്നത്തുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ രാത്രിയിൽ നോമ്പ് നോൽക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ചില സംശയങ്ങൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ആ സമയമത്തോ അല്ലെങ്കിൽ മക്കയിലുള്ള ആളുകൾക്ക് ഹാജിമാർക്ക് എന്നാണോ അറഫ വരുന്നത് അന്നല്ല നമുക്ക് അറഫയായിട്ട് വരുന്നത്. ദുൽഹിജ്ജ 9 എന്നാണോ അന്നാണ് അറഫയായിട്ട് പരിഗണിക്കുന്നത്. ആ ദിവസത്തിലാണ് നോമ്പ് നോൽക്കൽ സുന്നത്തുള്ളത്. അറഫ ദിവസം നോമ്പ് നോൽക്കൽ മുഅക്കദായ ശക്തമായ സുന്നത്താണ്, വളരെ പവിത്രമായ സുന്നത്താണ്. ഇങ്ങനെ അറഫ ദിവസം ഒരാൾ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കഴിഞ്ഞൊരു വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾ എല്ലാം പൊറുക്കപ്പെടും എന്ന് നമുക്ക് ഇമാമികൾ പഠിച്ചത് കാണാൻ കഴിയും. വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം പൊറുക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഈ ഒരു നോമ്പ് അല്ലാഹു തആല അത് സ്വീകരിച്ചാൽ അതിൻ്റെ ഷർത്ത് നിബന്ധനകളൊക്കെ ഒത്തുകൊണ്ട് നമ്മൾ നോമ്പ് എടുത്തിട്ട് ആ നോമ്പ് അല്ലാഹു തആല കബൂലാക്കി കഴിഞ്ഞാൽ ആ ഒരു വർഷം, അടുത്തൊരു വർഷം വരെ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇത് അല്ലാഹ് കബൂലാക്കി കഴിഞ്ഞാൽ ആ ഒരു അടുത്ത വർഷം വരെ അവൻ ജീവിക്കും എന്ന് ഇതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ അറഫ ദിവസം വളരെ മുഅക്കദായ സുന്നത്താണ് അറഫ ദിവസം നോമ്പ് നോൽക്കുക എന്നുള്ളത്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് കറാഹത്ത് വരുന്നതുമാണ്. ഇവിടെ ചില സംശയങ്ങളുണ്ട്. സഹോദരിമാരായ ആളുകൾ, സ്ത്രീകളായ ആളുകൾ, ഈ സ്ത്രീകൾക്ക് അറഫ ദിവസം നോമ്പെടുക്കണമെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതം വേണോ എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. കാരണം സുന്നത്ത് നോമ്പെടുക്കണമെങ്കിൽ ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ, വിദേശത്തോ അല്ലെങ്കിൽ യാത്രക്കാരനോ അല്ല, ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ ഏത് സ്ത്രീയാണെങ്കിലും, ഭർത്താവ് വിവാഹിതരായ കല്യാണം കഴിഞ്ഞ സ്ത്രീയാണെങ്കിൽ സുന്നത്ത് നോമ്പെടുക്കണമെങ്കിൽ അവൾക്ക് ഭർത്താവിൻ്റെ സമ്മതം വേണം. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന സംഗതിയാണ്. സുന്നത്ത് നോമ്പെടുക്കണമെങ്കിൽ ഭർത്താവ് സമ്മതിക്കണം. ഭർത്താവിൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ സുന്നത്ത് നോമ്പെടുക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഈ ഒരു അറഫ നോമ്പ് ശക്തമായ സുന്നത്ത് ആയതുകൊണ്ടും വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാവുന്നതുകൊണ്ടും സ്ത്രീകൾക്ക് സമ്മതമില്ലെങ്കിലും, ഭർത്താവിൻ്റെ സമ്മതമില്ലെങ്കിലും ആ ഒരു അറഫൻ്റെ അന്നത്തെ നോമ്പ് എടുക്കാം. അത് സുന്നത്താണ്. ഭർത്താവ് സമ്മതിച്ചിട്ടില്ലെങ്കിൽ പോലും, ആ ഭർത്താവിൻ്റെ സമ്മതമില്ലെങ്കിലും ആ സ്ത്രീക്ക്, ആ സഹോദരിക്ക് ആ അറഫൻ്റെ അന്നത്തെ നോമ്പ് എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ അറഫ ദിവസത്തിന് ദുആക്ക് ഇജാബത്തുള്ള വളരെ സംഗതിയാണ്. അറഫ ദിവസം ദുആക്ക് ഇജാബത്തുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഈ കൊല്ലത്തെ അറഫ നമുക്ക് വരുന്നത് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് എന്ന് ഇമാമികൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം ലുഹറിൻ്റെയും അസറിൻ്റെയും ഇടയിലുള്ള സമയത്ത് ദുആക്ക് ഉത്തരം കിട്ടും ബുധനാഴ്ചകളിൽ. അതേപോലെ തന്നെയാണ് അറഫ ദിവസം ഒരാൾ അറഫ ദിവസം ഒരാൾ 1000 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഒരാൾ ഓതിയിട്ട് അവൻ്റെ ആവശ്യങ്ങൾ 1000 തവണ ഖുൽ ഹുവല്ലാഹു സൂറത്ത്, ഇഖ്ലാസ് സൂറത്ത് ഇതൊരാൾ ഓതിയിട്ട് പാരായണം ചെയ്തിട്ട് അല്ലാഹു തആലയോട് ദുആ ചെയ്താൽ അവൻ്റെ ആവശ്യങ്ങളൊക്കെ അല്ലാഹു തആല വീട്ടിത്തരും എന്നും നമുക്ക് കിതാബുകളിൽ, ഷാഫി മദ്ഹബിൽ, മുഗ്നി പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ, ഷെർവാനി പോലെ, ഇമാം അബ്ദുൽ ഹമീദ് ഷെർവാനി പോലെയുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അപ്പോൾ 2 ഗുണമുണ്ട്. ഒന്ന്, ബുധനാഴ്ചയാണ് ളുഹറിൻ്റെയും അസറിൻ്റെയും ഇടയിൽ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ അറഫ ദിവസവും കൂടിയാണ്. 1000 തവണ ഖുൽ ഹുവല്ലാഹു ഓതിയിട്ട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് മാത്രമല്ല അവൻ്റെ ആവശ്യങ്ങളൊക്കെ
വിടും എന്നും നമുക്ക് പറഞ്ഞത് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അറഫ ദിവസം വളരെ പവിത്രമായ ശ്രേഷ്ഠമായ സമയമാണ്, ദിവസങ്ങളാണ്. നോമ്പ് എടുക്കണം. നോമ്പ് അത് മുഅക്കദായ സുന്നത്തും കൂടിയാണ്. സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.